ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ കുറച്ച് മട്ടൻ്റെ ബോട്ടി കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് പുരട്ടിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം. അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് 1 കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5 6 വിസിൽ കേൾക്കണം കേട്ടോ, എങ്കിൽ അത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളെ സപ്പോർട്ട് വേണം എനിക്ക്. ബോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കതിനുള്ള മസാല തയ്യാറാക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 സവാള ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. 2 തക്കാളി എടുത്തിട്ടുണ്ട്. സവാള കുറച്ചിട്ട് ഇതിന് കൊച്ചുള്ളിയാണ് കൂടുതൽ വേണ്ടത്. ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതാണ് കൂടുതൽ വേണ്ടത്. എന്നിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് കരിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും സവാളയും ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതൊക്കെ ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ ഇതിൽ ചേർക്കുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ പേസ്റ്റാക്കിയതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 സ്പൂണും ഇതെല്ലാം വാടിയതിന് ശേഷം 1 സ്പൂണും മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും 1 സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ബോട്ടി വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബോട്ടി വേവിച്ച വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുത്താൽ മതി. ഇതെല്ലാം വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. മല്ലിയില തൂവി കൊടുക്കാം. ഇവിടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബോട്ടി ഇവിടെ ബോട്ടി പുരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പയുടെ കൂടെയും പലഹാരത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ബൈ ബൈ.